മേയറമ്മയുടെ എല്ലാ വാദവും പൊളിയുകയാണ്. കള്ളങ്ങളാണ് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞുകൂട്ടിയെന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. നടുറോഡിൽ KSRTC ഡ്രൈവറുമായി തർക്കിച്ച സംഭവത്തിൽ പച്ച കള്ളമാണ് ആര്യ രാജേന്ദ്രൻ പറയുന്നതെന്ന് തെളിയുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. യാത്രക്കാരുമായി പോകുന്ന ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തി മേയറുടെ കാർ നിർത്തിയിട്ടത് ദൃശ്യങ്ങളിലുണ്ട്. ഇതോടെ സിഗ്നലിൽ വാഹനം നിർത്തിയപ്പോഴാണ് മേയറും MLA ഡ്രൈവറോട് സംസാരിച്ചത്. ഡ്യൂട്ടി തടസ്സപ്പെടുന്ന തരത്തിൽ മേയർ വാഹനം ഇട്ടില്ല എന്നായിരുന്നു പോലീസിന്റെ മേയറുടെയും വാദം. ഇതാണ് പൊളിഞ്ഞത്. സീബ്ര ലൈനിൽ ബസ്സിന് മുന്നിൽ കാർ കുറുകെയിട്ടു. KSRTC ബസിന്റെ യാത്ര തടഞ്ഞുവെന്ന ദൃശ്യങ്ങളിൽ വ്യക്തം. ഏറെ നേരം പരസ്പരമുള്ള പോർവിളികൾക്ക് ശേഷമാണ് പിന്നീട് വാഹനം മാറ്റിയിടുന്നത്. മുൻഭാഗത്ത് വാഹനം ഇട്ടെന്നും പിന്നീട് മാറ്റുകയും ചെയ്തുവെന്നുമാണ് മേയർ പറഞ്ഞത്. ഇതിനെയെല്ലാം തകിടം മറിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സംഭവത്തിൽ ഡ്രൈവർ യദുവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. DTOയ്ക്ക് മുന്നിൽ ഹാജരായ വിശദീകരണം നൽകാനും നിർദ്ദേശമുണ്ട്. പോലീസ് റിപ്പോർട്ടും KSRTC വിജിലൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ ഡ്രൈവർക്കെതിരെ നടപടിയെടുക്കില്ല എന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാറും അറിയിച്ചിരുന്നു. മേയർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനത്തിന് സൈഡ് നൽകാത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് നടുറോഡിലെ വാക്കേറ്റത്തിൽ കലാശിച്ചത്. പാളയത്ത് ബസ് നിർത്തിയപ്പോൾ മേയർ സഞ്ചരിച്ചിരുന്ന കാർ ബസ്സിന് കുറുകെ നിർത്തി. സൈഡ് നൽകാത്തതിനെ മേയർ അടക്കമുള്ളവർ ചോദ്യം ചെയ്തു. ഇത് വലിയ തർക്കമായി. മേയറിനൊപ്പം ഭർത്താവ് സച്ചിൻ ദേവ് MLAയും ഉണ്ടായിരുന്നു. ആര്യ രാജേന്ദ്രന്റെ ഒപ്പമുള്ളവർ തന്നെ അസഭ്യം പറഞ്ഞുവെന്ന് ഡ്രൈവർ യദു ആരോപിച്ചിരുന്നു. മേയറാണെന്നറിയാതെയാണ് ആര്യയുമായി തർക്കിച്ചത്. ഇവർ ഇടതുവശത്തുകൂടെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു. സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കടത്തിവിടാതിരുന്നതെന്നും PMGയിലെ വൺവേയിൽ അവർക്ക് ഓവർടേക്ക് ചെയ്യാൻ സ്ഥലം നൽകാൻ സാധിക്കില്ല എന്നുമാണ് സംഭവത്തെക്കുറിച്ച് ഡ്രൈവർ യദു വിശദീകരിച്ചത്.